ഇപ്പൊ എത്തൂടാ. ഇറങ്ങ ഇറങ്ങ. ആ പതുക്കെ സൂക്ഷിച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹേ, ഗ്രൂമിംഗ് ആണോ സർ? അതല്ല, വേറെ ടീ ഷേഡിംഗ്, നെയിൽ കട്ടിംഗ്, ഷാംപൂ ബാത്ത്, ഡിയോഡ്രൈസിംഗ് ലൈക്ക് ദാറ്റ്? ഇവനെ വയറിന് സുഖമില്ല, ഈ സ്റ്റൊമക്ക് അപ്സെറ്റ്. ആ ഓക്കെ. ഡോക്ടർ മുകളിലാണ്, അങ്ങോട്ട് പോവാം. ഓ താങ്ക് യു. വാടാ വാടാ. വലിയ വീട്ടിലെ പെണ്ണുങ്ങളെ കണ്ട് വെള്ളം ഇറക്കാൻ നിൽക്കട്ടെ, അതിന് വയറിളക്കം മാറ്റാൻ നോക്ക്. ആ വാലോട്ട് ചട്ടി മറക്കേ. ഇങ്ങനെ ദഹിക്കാതിരിക്കാൻ നീ എന്താണ് കഴിച്ചേ? തോന്നിവാസി. ദേ, നീ എന്റെ അനുവാദം ഇല്ലാണ്ട് എന്തെങ്കിലും കഴിച്ചാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഏട്ടാ, പറഞ്ഞേക്കാം. ആ ഫോൺ തരുമോ? ഫോണോ? ഓ, ഒന്ന് വീട്ടിലേക്ക് വിളിക്കാനാണേ. എന്റെ ഫോണ് വീട്ടിൽ വെച്ച് മറന്നുപോയി. ഫേസ് ഐഡിയ. എടാ, ഒരു പെണ്ണ് ഫോണും കൊണ്ട് പോയിട്ടുണ്ട്. അവളെങ്ങാനും അതുകൊണ്ട് പോയാ പുറകോട് പിടിച്ചേക്കണേ. ടെൻഷൻ ആവണ്ട അമ്മ, ഞാൻ എങ്ങനെങ്കിലും വിളിച്ചോളാം കേട്ടോ. താങ്ക് യു. ആ നമ്പർ ഒന്ന് ഡിലീറ്റ് ചെയ്യണേ. കുട്ടി, ഞാൻ അത്രക്കാരനല്ല കേട്ടോ. സിറ്റിയിലെ ഏറ്റവും വലിയ ആഡംബര ഫ്ലാറ്റിന്റെ ഒരു കെയർടേക്കറാ. ആരായാലും മനുഷ്യനല്ലേ. എവിടെ സ്ഥലം? മുണ്ടൂര്. മുണ്ടൂരോ? ഓ, പാലക്കാട് മുണ്ടൂരേ. ആ, പേരെന്താ? പവിത്രൻ. പവിത്ര. അതിന്റെ പേരല്ല, എന്റെ പേരാണ് പവിത്രൻ. അത് ബ്രോ. ബ്രോയോ? ആ, കൊച്ചിയിൽ ഞങ്ങൾ അങ്ങോട്ട് കേട്ടൊക്കെ അങ്ങനെ വിളിക്കാറ്, ബ്രോക്കൾ. ഓ ഓ, എവിടുന്ന്? നിന്റെ മുമ്പിൽ ഒന്നൊരു പെണ്ണിങ്ങനെ തലോടിയപ്പോഴേക്കും ബാഗ് മേടിച്ച് ചിരിച്ചോണ്ട് നോളണം. നിനക്ക് വയറിളക്കം എന്ന് പറയാഞ്ഞതേ എന്റെ മാന്യത കൊണ്ടാണ്. അതെ വലിയമ്മച്ചി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ താഴെ ഞാനും എടുത്തോണ്ട് തരികയല്ല. പറഞ്ഞേക്കാം, ഒരു വരെ പിള്ളേർ കളിക്കുന്നു. നമുക്ക് പലതും വെണ്ടിയും പറഞ്ഞിരിക്കാനുള്ള പത്തഞ്ഞൂടെ കടം ചോദിച്ചാൽ തരികയല്ല. അല്ല, എന്നിട്ട് വീണ്ടും പറഞ്ഞോണ്ടിരിക്കാം. ആ, കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. ചോദിച്ചാ നിന്നെ വിളിക്കാൻ ആള് വന്നിട്ടുണ്ട്. അതിന് ഇവിടുത്തെ മാൻ എവിടെ പോയി കിടക്കുക? ആ, അവനെ എന്റെ ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അങ്ങോട്ട് പോയേക്കുക. മണി 5:15. ആ, ഞങ്ങൾക്ക് ഇറങ്ങണ്ടേ? ആ, ഞാൻ 5 മണിക്ക് ഇറങ്ങാനിരുന്നതാ. ആരെന്നോട്ടോ? ഇത് വന്നേലേ അമ്മച്ചിക്ക് ഒന്ന് കൊടുക്കാനാ. സാറേ, ഓണത്തിന് ഈ പ്രാവശ്യം സദ്യ തന്നെയാണോ? എന്താ, ബിരിയാണി വേണോ? അയ്യോ, സദ്യ തന്നെ മതി. ഓഞ്ഞ സദ്യ, അവിയലും സാമ്പാറും കാളനും കൂളനും ഇച്ചിരി ഉണക്കമീനെങ്കിലും ഇല്ല. അങ്ങനെ ചോദിക്കും ഉള്ളതാട്ടെ. അമ്മച്ചിയേ, ഇതാ അവിടെ ഒരു ആപ്പിൾ ഇരിപ്പുണ്ട്, നീ എടുത്തോ. ഓ, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. മുട്ടിനൊക്കെ ഭയങ്കര പെരുത്ത്, കലക്ക് എങ്ങനെ പെരുത്ത് കയറും. എനിക്കും പെരുത്ത് കയറുന്നുണ്ട്. എനിക്ക് ഒരു കസേര എടുത്തിട്ട് ഇങ്ങോട്ട് ഇരിക്കട്ടെ, നമുക്ക് വല്ലോ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ബെസ്റ്റ് നർമ്മസലാപത്തിന് പറ്റിയ സമയം. അയ്യോ, വന്നു സാധനം. ഭയ്യമ്മച്ചി, ആ, സ്റ്റോക്കിൽ എന്തെങ്കിലും കുറവുണ്ടോ? പേസ്റ്റ് തീർന്നിരിക്കുക. ആ, അയാളെന്താ ചോദിച്ചേ? സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞു. നാളെ കാണാം. ഹലോ, വിളിച്ചോ എന്നെ? ഈ ഗേറ്റും തുറന്നിട്ട് അവിടെ ഇവിടെ കറങ്ങി നടന്നുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. പവി, എടാ, ഞാൻ നിന്നോടൊരു പെങ്കൊച്ചന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നിന്റെ ബാക്ക്ഗ്രൗണ്ട് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യ.
ഞാൻ എന്താ അവരോട് പറയണ്ടേ? എനിക്ക് ഒരു താല്പര്യമില്ലെന്ന് അവരോട് പറഞ്ഞേക്ക്. പിന്നെ ഈ ആലോചന പരിപാടി കൊണ്ട് മേലെ എന്റെ പുറകെ വന്നേക്കരുത്. ഒറ്റയ്ക്ക് ജീവിക്കണതിന്റെ സുഖം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ട. അതെ പവി, നിനക്ക് ഒറ്റത്തടിയായിട്ട് ജീവിക്കണം, ജീവിച്ചോ. എന്നാലും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. എന്റെ ചേട്ടന് എത്ര രൂപയെ കടയിട്ട് വേണ്ട? 4000 രൂപ. അപ്പൊ കഴിഞ്ഞ മാസത്തെയോ? തരാടാ. അതെ, മോടെ ചെറുക്കൻ്റെ അവിടുന്ന് കുറച്ച് ആൾക്കാർ വീട്ടോട്ട് വരുന്നുണ്ട് വയറ് കാണാൻ. ഈ വയറ് കാണാനോ? ഇപ്പൊ അവിടുന്ന് മോടെ ജാൻസിമൊക്കെ 7 മാസമായടാ. ആഹാ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? വയറ് കാണാൻ വേണ്ടി വീട്ടിൽ കയറി വരാന്ന് പറഞ്ഞ പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ട് കൊടുത്താ പോരെ? നീ പെണ്ണും പെടക്കൊഴിയൊന്നും ഇല്ലാതെ നിൽക്കുന്നത് തന്നെ നല്ലത്. അതെ, ഈ വക സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ കയറി അടയിരിക്കണത്. പ്രായവും പ്രമേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ച് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടാത്തത്. മനസ്സിലാക്കി? ഓ, അല്ല 2 ശമ്പളം മേടിക്കാനല്ല. പകല് കെയർടേക്കറും രാത്രി സെക്യൂരിറ്റി. सपना की रानी कब आएगी तू मत रानी कब आएगी ഇത് വക്കീല് നല്ല ഫോമിലാണല്ലോ. കുറച്ച് ഓ, എന്നാ പോയി കിടന്നു പറഞ്ഞു. ചലിയാ ഞാൻ റേഡിയോ ഓഫ് ആക്കേ. റാണി കബ് ആയേഗി തൂ ആയേ ആ തീർന്നില്ല. കുഴപ്പമില്ലെന്നേ, സ്റ്റെപ്പ് തീർന്നില്ല. ഞാൻ നാളെ വെച്ചുതരാം. ഇപ്പൊ കിടന്നു പറഞ്ഞു. അപ്പൊ നാളെ വെക്കുമല്ലോ അല്ലേ? ആ, ഗുഡ് നൈറ്റ് ഓരോ മൈ ബ്ലഡി പ്ലേസ്. പവി താനിങ്ങ് വാടോ. ഇനി എന്താണ് വക്കീൽ സാറേ? അതെ, ഉച്ചയിൽ വെയിലടിച്ചിട്ടും പുറത്തോട്ട് കണ്ടില്ലെങ്കിലേ കഥക് തുറന്നൊന്ന് നോക്കിയേക്കണം. ഉറക്കത്തിൽ വല്ല അറ്റാക്കും വന്ന് ചത്ത തനിക്ക് തന്നെ പണി. ആരും വിളിക്കാനും ചോദിക്കാനും ഒന്നുമില്ല. സാറ് പോയി കിടന്നോ. ചേർത്ത് വെച്ചതെല്ലാം അങ്ങനെ അങ്ങ് ഒട്ടണമെന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ഇതാരാണാവോ? ഹലോ, ആ മുണ്ടൂരിന്നാണേ. മുണ്ടൂര്. മുണ്ടൂര് തീർന്നില്ല ഇതുവരെ. ആ ഹലോ, പറ. ഞാൻ മാലിയുടെ അമ്മയാണേ. ഓ, വൈകിട്ട് ഈ ഫോണൊന്ന് വിളിച്ചില്ലായിരുന്നോ? മറന്നോ നീയെ? ആ എന്താണാവോ? മോനെ, ആ കുട്ടി മരുന്നെടുത്തിട്ടില്ല. ശ്വാസം മുട്ടലുള്ള കുട്ടിയാണ്. ഷോ, കൂട്ടുകാരത്തിനെ വിളിച്ചിട്ടും കിട്ടണില്ല. ആ ഇനിയിപ്പൊ എന്താ ചെയ്യ? അതമ്മ, ആ കുട്ടി എന്റെ അടുത്ത് വന്ന് അപ്പൊ തന്നെ പോയി. ഇപ്പൊ ആ കുട്ടി എവിടെയെന്ന് പോലും എനിക്കറിയില്ലേ. ഞാൻ എന്താ ചെയ്യാ? ഷോ, എന്താ ചെയ്യാന്ന് എന്നോടാ ചോദിക്കണേ? എന്താച്ചാ ചെയ്യ നീ? ദാ ആ കൂട്ടുകാരത്തി തിരിച്ചു വിളിക്കുന്നുണ്ട്. ശരി, ഞാൻ വിളിക്കാട്ടോ. ഓ ഓ, ഓ, എന്താ ചെയ്യേ?